ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് വെനിസ്വേല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക വെനിസ്വേല നടത്തിയ ആക്രമണവും അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റായിട്ടുള്ള മഡുറോയെ അമേരിക്ക പിടികൂടിക്കൊണ്ട് പോയതൊക്കെ തന്നെ. ഒറ്റ ചോദ്യമുള്ളൂ, എന്തിന് അമേരിക്ക വെനിസ്വേലയെ ആക്രമിച്ചു? അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ: വെനിസ്വേലയിലെ ഓയിൽ കൈവശപ്പെടുത്തുക, അല്ലെങ്കിൽ ഓയിൽ റിസർവ് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇത് ചിരകാലമായിട്ട് അമേരിക്ക അവിടുത്തെ പിന്നെ ഭരണ നേതൃത്വത്തെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഹ്യൂഗോ ഷാവേഴ്സിൻ്റെ ഭരണ കാലഘട്ടമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും വളരെ ശക്തമായിട്ടുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത് സാധ്യമായത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അമേരിക്കയെക്കുറിച്ച് പറയുന്നത് പവർഫുൾ ഡെമോക്രസി എന്നാണ് പറയുന്നത്. ലാർജസ്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഏറ്റവും ശക്തമായിട്ടുള്ള വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ലാർജസ്റ്റ് ഡെമോക്രസി ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ കൊണ്ട്. അമേരിക്കയെക്കുറിച്ച് പവർഫുൾ ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ജനാധിപത്യ രാജ്യം. അത് മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിനെയും ഭാര്യയും ഉറങ്ങിക്കിടക്കുമ്പോൾ പിടിച്ചോര് പോകുന്നു. ഓക്കെ, അതൊക്കെ അമേരിക്ക പല രാജ്യത്തും പല കാലഘട്ടങ്ങളിലായിട്ട് ഇതുപോലുള്ള പല രീതികളും അമേരിക്ക ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾ, മര്യാദകൾ, ഇതൊന്നും തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ബാധകമല്ല. പക്ഷേ അമേരിക്ക ഇതൊക്കെ മറ്റു രാജ്യങ്ങളുടെ മുകളിൽ അടിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി ദിവസവും രാവിലെ മുതൽ ഇല്ലേ 24/7 24/7 എന്ന് പറയുന്ന രീതിയിൽ അമേരിക്ക മറ്റു രാജ്യങ്ങളെ ഈ പറഞ്ഞ അന്താരാഷ്ട്ര നിയമങ്ങളും അമേരിക്ക പറഞ്ഞ പിന്നെ എന്താണ് പറയുന്നത്, റൂൾ ബേസ്ഡ് ഓർഡർ എന്നാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ പിന്നെ സൗകര്യം അനുസരിച്ച്, താല്പര്യങ്ങൾ അനുസരിച്ച് നിലനിന്നോണം. അതാണ് അമേരിക്ക പറയുന്ന റൂൾ ബേസ്ഡ് ഓർഡർ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഏത് രീതിയിലും മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാനും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാനും, മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുവാനും, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ, അധികാരമുള്ളൂ. മറ്റു രാജ്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിച്ചോണം, അല്ലെങ്കിൽ കഴിഞ്ഞോണം എന്നാണ് അമേരിക്ക പറയുന്ന റൂൾ ബേസ്ഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നോക്കൂത്തി ആയിക്കൊണ്ടാണ് സ്വന്തം രാജ്യത്തെ നിയമങ്ങൾ പ്രകാരം മറ്റൊരു രാജ്യത്തെ ശിക്ഷിക്കാൻ വേണ്ടി ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക ശ്രമിച്ചത്. അവിടെ ആ ശ്രമമാണ് വെനിസ്വേല നടപ്പിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ വെനിസ്വേലയുടെ എണ്ണയിൽ കണ്ണുവെക്കുന്ന, അല്ലെങ്കിൽ വെനിസ്വേല നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്നെ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ് വെനിസ്വേല എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പഴയ ഒരു ആർട്ടിക്കിളാണ്, എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് രാജ്യമാണ് വെനിസ്വേല. ആ വെനിസ്വേല കഴിഞ്ഞാൽ മാത്രമേ സൗദി അറേബ്യ വരത്തുള്ളൂ ഓയിൽ റിസർവിൽ. അപ്പോൾ ഒപ്പക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊത്ത ഓയിലിൻ്റെ ഏകദേശം 20% ഓയിൽ റിസർവ് വെനിസ്വേലയിലുണ്ട്. ഏകദേശം $300 ബില്യൺ മേളിൽ, സോറി ഡോളറല്ല, 300 ബില്യൺ ബാരലിന് മേളിൽ റിസർവ്, പ്രൂവൺ ഓയിൽ, ക്രൂഡ് ഓയിൽ റിസർവ് രാജ്യമാണ് വെനിസ്വേല എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനൊരു രാജ്യത്തെ ഭരണ സംവിധാനത്തെ അമേരിക്കയുടെ ചൊൽപ്പടിയിലുള്ള ഒരു ഭരണ സംവിധാനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അമേരിക്ക എത്രത്തോളം ഹാലിളകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനാണ് ഇപ്പോൾ വെനിസ്വേലയിൽ സംഭവിച്ചിട്ടുള്ളത്. ചിരകാലമായിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണുള്ളത്. അമേരിക്കയുടെ താല്പര്യം കാണിക്കാത്ത, അല്ലെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലനിൽക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ റഷ്യയോടും ചൈനയോടും ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഷാവേസിന്റെ കാലത്തും ഇപ്പോഴും മഡ്രോയുടെ കാലത്തും ഒക്കെ തന്നെ വെനിസ്വേലയിലുള്ളത്. അപ്പോൾ അതാണ് അമേരിക്ക ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാരണം റഷ്യക്കും ചൈനയ്ക്കും, പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഈ വെനിസ്വേലൻ കാരണം വെനിസ്വേലയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയുടെ സ്വാധീനം ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ചൈനയുടെ സ്വാധീനം വൻതോതിൽ വർദ്ധിച്ച്, അല്ലെങ്കിൽ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വർദ്ധിച്ചു കഴിഞ്ഞു. അത് അമേരിക്കയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണല്ലോ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ചൈനയെപ്പോലുള്ള രാജ്യത്തിന് വൻ സ്വാധീനം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പവറിനെ തന്നെ, അധികാരത്തെ, അല്ലെങ്കിൽ അമേരിക്കയുടെ അപ്രമാദത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ, ഭരണ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുവാനും അവർക്ക് അനുകൂലമായിട്ടുള്ള ഈ പറഞ്ഞ എന്താണ് പറഞ്ഞത്, റെജീം ചെയ്യുന്നതൊക്കെ ഇംഗ്ലീഷ് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനത്തെ കൊണ്ട്
അവിടെ പ്ലേസ് ചെയ്യാനും സ്ഥാപിക്കാനും ഒക്കെയാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചൈനയുടെ റഷ്യയുടെയൊക്കെ വൻതോതിലുള്ള സ്വാധീനം ലാറ്റിൻ അമേരിക്ക പല രാജ്യങ്ങളിലുണ്ട്, പ്രത്യേകിച്ച് വെനിസുല പോലുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ ചൈനയ്ക്ക് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചൈന നമുക്കറിയാം ഏത് രാജ്യത്തു നിന്നും വൻതോതിൽ ഓയിൽ വാങ്ങിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഭയങ്കരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ടും വലിയ രാജ്യമായതുകൊണ്ടും ഒക്കെ തന്നെ നമുക്കറിയാം ഓയിൽ ഇല്ലാതെ നമുക്കൊരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ കൂടുതൽ ഓയിലിൻ്റെ കൺസംഷനും അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഉപയോഗമൊക്കെ തന്നെ വളരെ പിന്നെ അത്യാവശ്യമാണ്. കാരണം ഗ്രോയിങ് മിലിറ്ററി, ഗ്രോയിങ് എക്കോണമി, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും ഇന്ത്യയെപ്പോലുള്ള രാജ്യം കൂടുതൽ ഓയിൽ മേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ പർപ്പസിലൂടെ ആണ് തീർച്ചയായിട്ടും. കാരണം സ്ട്രാറ്റജിക് റിസർവായിട്ട് കരുതാൻ വേണ്ടി. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം വൻതോതിൽ ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്, കാരണം ലോകത്തിലെ നമ്പർ വൺ പിന്നെ കൺസ്യൂമർ അല്ലെങ്കിൽ എനർജി കൺസ്യൂം ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് ഇപ്പോഴും. രണ്ടാമത് ചൈനയാണ്, മൂന്നാമത് ഇന്ത്യയാണെന്ന് തോന്നുന്നു ഇൻ ടേംസ് ഓഫ് കൺസംഷൻ. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾക്കും പിന്നെ വൻതോതിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ കൺസംഷൻ ആവശ്യമാണ്, പ്രത്യേകിച്ച് ചൈന, ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക്. കാരണം വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയും കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കുള്ള ഓയിലിൻ്റെ ഈ ഫ്രീ ഫ്ലോയെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു നയമാണ് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യത്തിൻ്റെ ഭാഗമാണ്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് കൂടുതൽ എനർജി ചീപ്പായിട്ട് ലഭിക്കുകയാണെങ്കിൽ അവരുടെ ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് സ്പീഡപ്പ് ആവും. കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ, കാരണം എനർജി ആണല്ലോ ബേസ് എന്ന് പറഞ്ഞത്. ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജി മീൻസ് ഈ ക്രൂഡാണ്. കാരണം ഇപ്പോഴും ക്രൂഡാണല്ലോ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്, നല്ലൊരു ശതമാനം. അപ്പോൾ ഈ ക്രൂഡ് ഒരു രാജ്യം ഇതുപോലുള്ള സോഴ്സിൽ നിന്നും അവർക്ക് വളരെ ചീപ്പായിട്ട് അല്ലെങ്കിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ പോലെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക്, അപ്പോൾ അങ്ങനെയുള്ള സോഴ്സിനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം. കാരണം ഈ രാജ്യങ്ങളിലെ ഇക്കണോമിക് ആക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ എനർജി ക്രൂഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഓയിൽ റിലേഷൻ അല്ലെങ്കിൽ ഈ എനർജി റിലേഷൻ, അതിനകത്തിൽ ഇന്ത്യക്ക് ചീപ്പായിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റിൽ ഓയിൽ കിട്ടുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു വിഷയം തന്നെയാണ്. അതല്ല ശരിക്കുള്ള വിഷയം കിട്ടുന്നതും. കാരണം ഇന്ത്യക്ക് ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റിൽ വളരെ പ്ലെന്റി ആയിട്ട് സഫീഷ്യൻറ്റ് സപ്ലൈ ഓഫ് ഓയിൽ നമുക്ക് ക്രൂഡ് അല്ലെങ്കിൽ നമുക്ക് എനർജി ലഭിക്കാൻ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷനെ അത് എന്താണ് സ്പീഡപ്പ് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനെ ആ സപ്ലൈ ചെയിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ള താല്പര്യം അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ഇവിടെ വെനിസുലയുടെ കാര്യത്തിൽ വെനിസുലയുടെ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഓയിൽ റിസർവിൻ്റെ മുകളിൽ അവർക്ക് കൺട്രോളും ഇൻഫ്ലുവൻസും ലഭിക്കുക അമേരിക്കൻ ബേസ്ഡ് കോർപ്പറേഷൻസിന് ഇപ്പോൾ ഇല്ലാത്ത ആ സ്വാധീനവും നിയന്ത്രണവും അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് വെനിസുലയെ അമേരിക്ക ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെനിസ്വേലയിൽ കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയുണ്ട് എന്ന് പറയുന്നു. ഭരണകൂടത്തിന്റെ നിയമ സാധുതയെ ചൊല്ലി അന്തർദേശീയ ആശങ്കകളുണ്ട്. മനുഷ്യാവകാശ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതിപ്പം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏത് രാജ്യത്താണ് ഇല്ലാത്തത്? അപ്പോൾ അതിൻ്റെ എല്ലാം നടുക്ക്, അല്ലെങ്കിൽ ഇതെല്ലാം പറയുമ്പോഴും നമുക്കറിയാം അമേരിക്ക സൂപ്പർ കോപ്പ് അല്ലെങ്കിൽ ലോക പോലീസായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ആര് കണക്കാക്കി നമുക്കറിയത്തില്ല. ഇനി അമേരിക്ക സ്വയം പറയുന്നതാണെന്ന് നമുക്കറിയില്ല അമേരിക്ക ലോക പോലീസാണെന്നുള്ള കാര്യം. ഇപ്പം ലോക പോലീസായാലും ലോക പട്ടാളമായാലും ശരി, അമേരിക്ക കാണിക്കുന്ന പ്രവൃത്തികൾ ഇതൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ഇടപെടാമോ ആ രീതിയിലല്ല. ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഇടപെടുന്നത്. ഇപ്പം ഇന്ത്യയിൽ അവർക്ക് മിലിറ്ററി ഈ സൈനികപരമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഇടപെടുന്ന മറ്റു രീതികളിലായിരിക്കും. പക്ഷേ എല്ലാ രാജ്യത്തിൻ്റെ മുകളിൽ അവർ സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദം, അത് ഉപരോധം എന്നുള്ള ഏറ്റവും വലിയ വെപ്പൺ അവർ ഉപയോഗിക്കാറുണ്ട്. എല്ലാ രാജ്യത്തിനെതിരെയും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു വെപ്പണാണ് ഇക്കണോമിക് സാങ്ഷൻസ്, സാമ്പത്തിക ഉപരോധം. അത് പല രീതിയിൽ ഇപ്പം നമുക്കറിയാം ഇന്ത്യക്കെതിരെ ടാരിഫ് വർദ്ധിപ്പിച്ചു. അതൊരു ഇക്കണോമിക് വാറാണ്, അല്ലെങ്കിൽ ഇക്കണോമിക് ഉപരോധത്തിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഡിസ്റപ്ഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇക്കണോമിക് സാങ്ഷൻ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആ രാജ്യത്തേക്ക് വരുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യത്തേക്ക് വരുന്ന സാധന സാമഗ്രികളുടെയൊക്കെ സപ്ലൈ ചെയിൻ കട്ടാക്കുക, അല്ലെങ്കിൽ അതിനും ഡിസ്റപ്ഷൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഈ സാമ്പത്തിക ഉപരോധം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്.
ഇപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഒക്കെ അല്ലേ ഇപ്പം മെഡിസിൻസ്, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഫുഡ് പ്രോഡക്ട്സ്, ക്രൂഡ് ഓയിൽ. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് അത് വിഷയമല്ല, പക്ഷേ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന രാജ്യത്തിൻ്റെ മുകളിൽ അവർ ക്രൂഡ് ഓയിൽ വിൽക്കുന്ന രാജ്യത്തിന് അത് പ്രശ്നമാണ്. കാരണം അവർക്ക് വിൽക്കാൻ കഴിയില്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഒരു വരുമാന സ്രോതസ് ക്രൂഡ് ഓയിൽ വിറ്റിട്ട് ഇപ്പോൾ ഇറാഖ് പോലുള്ള, വെനിസുല പോലുള്ള രാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ മുകളിൽ ഈ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന പറഞ്ഞാൽ അവർക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് വിറ്റഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ രാജ്യത്തിന് വരുമാനം നഷ്ടപ്പെടും. അപ്പോൾ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ അവരുടെ ദൈനംദിന സാമ്പത്തിക ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതവരുടെ ഏറ്റവും ഫലപ്രദമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ്. അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് ഈ പറഞ്ഞ ഇക്കണോമിക് വെപ്പൺ, അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഈ വെനിസുല ലോകത്തിലെ ഏറ്റവും നമ്പർ 1 എനർജി റിസർവ് ഉള്ള രാജ്യമായതുകൊണ്ട് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ശേഖരത്തിലാണ് എന്ന് ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് നമുക്ക്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മക, ഇതാണല്ലോ ട്രംപിന്റെ നയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതുപോലുള്ള ഈ വെനിസുല പോലുള്ള രാജ്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള എന്താ വളരെ കർക്കശമായിട്ടുള്ള നിലപാട് ട്രംപ് എടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വലിയ ശക്തികൾ തമ്മിലുള്ള പോരും മത്സരവും കൂടുതൽ രൂക്ഷമാക്കും. വലിയ ശക്തികൾ എന്ന് പറയുമ്പം അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന റഷ്യയും ചൈനയാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും ഈ പറഞ്ഞ വെനിസുല പോലുള്ള രാജ്യങ്ങളിൽ വലിയ സ്വാധീനവും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എന്നാൽ തന്നെ അമേരിക്കയുടെ ഈ പറഞ്ഞ ഇടപെടലിനെ അവർക്ക് ന്യൂട്രലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ സാധിച്ചില്ല. അവർ പോലും അറിയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പരിപാടികൾ അമേരിക്ക അവിടെ എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു എനർജി റിസർവ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനർജി റിസർവ് ഉള്ള രാജ്യം എന്ന നിലയിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ രാജ്യത്തുണ്ടാകുന്ന അസ്ഥിരതകളൊക്കെ തന്നെ ഗ്ലോബൽ എനർജി സപ്ലൈ ചെയിനെ ബാധിക്കും. കാരണം വിലയിൽ മാറ്റം ഉണ്ടാകും. ഇന്ത്യയെ പോലെ ക്രൂഡ് ഓയിൽ 80% മുകളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ വിലയിലുള്ള മാറ്റം നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴുള്ള ബാരലിൻ്റെ റേറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വില കൊടുത്ത് നമുക്ക് ഓയിൽ വാങ്ങേണ്ടി വരും. അപ്പം നമ്മളുടെ ഫോറിൻ റിസർവിനെ അത് ബാധിക്കും. ഇല്ല, നമ്മുടെ കയ്യിലുള്ള വിദേശ നാണ്യ ശേഖരത്തെ ഇത് ബാധിക്കും. അപ്പം നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബദൽ വിതരണ കേന്ദ്രങ്ങൾ നമുക്ക് തേടേണ്ടി വരും. നമുക്ക് പറഞ്ഞാൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക്. അപ്പോൾ ഇന്ത്യ ഓൾറെഡി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 10-40 രാജ്യങ്ങൾ, വലുതും ചെറുതായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഈ പറഞ്ഞ ക്രൂഡ് അല്ലെങ്കിൽ ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇതുപോലുള്ള അന്താരാഷ്ട്ര വിപണിയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഏതെങ്കിലും ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ പറഞ്ഞ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഈ കിട്ടേണ്ട എണ്ണയുടെ ആ സപ്ലൈയിൽ ഡിസ്റപ്ഷൻ ഒന്നും ഉണ്ടാകരുത് എന്ന് കരുതി തന്നെ നമ്മൾ വലുതും ചെറുതാണെന്നാൽ ഇതുപോലുള്ള വെനിസുല, സൗദി, റഷ്യ ഇതുപോലൊക്കെ രാജ്യങ്ങളാണ് വലിയ രാജ്യങ്ങൾ. പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ആഫ്രിക്കയിലും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലുള്ള മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പർപ്പസിന് വേണ്ടി നമ്മൾ ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10-40 രാജ്യങ്ങൾക്ക് മുകളിലായിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എണ്ണയുടെ ഇമ്പോർട്ടിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു ക്രൈസിസ് ഉണ്ടായാലും അത് പഴയ പോലെ നമ്മളെ ബാധിക്കാൻ ഇപ്പോൾ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആഗോള സാമ്പത്തിക രംഗത്തും ഈ പറഞ്ഞ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വം കൂടാൻ സാധ്യതയുണ്ട്. അത് നമുക്കറിയാം. ലോകത്ത് ഒരു ക്രൈസിസ് ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം മിഡിൽ ഈസ്റ്റിൽ, ഗൾഫിലൊക്കെ തന്നെ ഇല്ലേ, ഇപ്പം അവിടെയും ഉണ്ടാകുന്ന ക്രൈസിസുകൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ. കാരണം ഈ ലോകത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള റിസോഴ്സ് ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇതുപോലുള്ള ക്രൈസുകളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഭിന്നത അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഈ ഡിഫറൻസ്, ആ ഒരു തമ്മിലടി അത് കൂട്ടാനുള്ള കൂടുതൽ ശക്തമായുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ എന്ന് പറയുന്ന ഈ ഭൂഖണ്ഡത്തിൽ ഈ അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളിൽ അമേരിക്കൻ വിരുദ്ധ ചേരികൾ ഉണ്ടാകുവാനും പല രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഈ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഭരണകൂടങ്ങളും അല്ലെങ്കിൽ ഭരണ നേതൃത്വങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് വലിയ ശക്തികൾ എന്ന് പറയുമ്പോൾ റഷ്യ, ചൈന ഇതുപോലെ ഉള്ള രാജ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവർ ഓൾറെഡി വെനിസുലയായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ആഗോള സമവാക്യങ്ങൾ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസിനെയൊക്കെ ഇത് പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുവാനും ഇപ്പോഴുള്ള ഇക്വേഷൻസിനെയൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഇത് കാരണമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നടന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇറാഖിനെ ടാർഗറ്റ് ചെയ്ത് എന്തിനാണെന്ന് നമുക്കറിയാം. കാരണം ഇറാഖിൽ അന്ന് നേതൃത്വത്തിലുണ്ടായിരുന്ന സദാം ഹുസൈൻ ഡോളറിനെ കൈയൊഴിഞ്ഞ് യൂറോയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇറാഖിനെയും സദാം ഹുസൈനെയും ടാർഗറ്റ് ചെയ്യുകയും ആ രാജ്യത്തെ നാമാവശേഷമാക്കുകയും സദാം ഹുസൈനെ പിടിക്കുകയും പിന്നെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടാണ്. അതുപോലെ തന്നെ ലിബിയയിലെ ഗദ്ദാഫി എന്ന് പറയുന്ന അവരുടെ ഈ രാഷ്ട്രത്തലവൻ ഡോളറിനെ കൈവിട്ട് യൂറോയിലേക്ക് പോവുകയും പിന്നീട് യൂറോയെ കൈവിട്ടിട്ട് ഒരു ആഫ്രിക്കൻ ഒരു ഗോൾഡ് കറൻസി ആഫ്രിക്കൻ ദിനാർ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം കൂടെ ഒത്തൊരുമിച്ചുള്ളൊരു ഇപ്പം ഈ ബ്രിക്സ് കറൻസി ഉണ്ടാക്കാൻ പോകുന്ന അതുപോലൊരു കറൻസിക്ക് രൂപീകരിക്കാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഡോളറിനെയും യൂറോയൊക്കെ ചലഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് നയിക്കപ്പെടുമെന്ന് അമേരിക്കയും യൂറോപ്പ്, ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവർ അതിനെ മനസ്സിലാക്കി. അങ്ങനെയാണ് ലിബിയയും ഗദാഫിയും ലക്ഷ്യമാക്കി അവർ വീണ്ടും ആ രാജ്യത്തെ നശിപ്പിക്കുകയും ആ ഒരു വ്യക്തിയെ അവർ പിന്നെ എന്താണ് പറയുന്നത് മർഡർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് ഓരോ രാജ്യത്തും അവർ ഇതുപോലുള്ള ഈ എനർജി റിച്ച് ആയിട്ടുള്ള റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ഇവർ പിന്തുടരുന്ന നയങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഇറാഖിനെ എങ്ങനെ അവർ ടാർഗറ്റ് ചെയ്തോ അതേ രീതിയിലാണ് ഇപ്പോൾ വെനിസുല അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണ സമ്പത്ത്. കാരണം ഗ്ലോബൽ ഓയിൽ ട്രേഡിൻ്റെ മുകളിൽ അതിപ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങളിലെ ഒക്കെ തന്നെ ഓയിൽ എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ മുകളിൽ അമേരിക്കയിലുള്ള കോർപ്പറേഷൻസിന് പിന്നെ പൂർണ്ണമായിട്ടുള്ള അധികാരവും അല്ലെങ്കിൽ സ്വാധീനവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതായത് ഇപ്പം ഈ ഗ്ലോബൽ ജയൻസ് എന്ന് പറയുന്ന ഓയിൽ കമ്പനീസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓയിൽ, എക്സോൺ മൊബിൽ, ടെക്സാസ്, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് പെട്രോളിയം, ബ്രിട്ടീഷിൻ്റെ, പിന്നെ ഫ്രാൻസിലുള്ള, അങ്ങനെ വെസ്റ്റേൺ കൺട്രീസിലെ പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്ക മുതലുള്ള രാജ്യങ്ങളിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഈ ഓയിൽ അല്ലെങ്കിൽ എനർജി ജയൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കാൻ കഴിയുന്ന പിന്നെ ഓയിൽ കമ്പനീസ് അല്ലെങ്കിൽ എനർജി കമ്പനീസ്. അപ്പോൾ ഇവരൊക്കെയാണല്ലോ അവിടുത്തെ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ അവരാണല്ലോ അവിടുത്തെ ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അമേരിക്കൻ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കോർപ്പറേഷൻസിനൊക്കെ വേണ്ടി നിലനിൽക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു പിക്ചറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതുപോലുള്ള കോർപ്പറേഷൻസ് ഒക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ ഇടപെടുന്നത് മനസ്സിലായല്ലോ. ഈ കോർപ്പറേഷൻസിന് വേണ്ടിയാണ് അമേരിക്കൻ ഭരണകൂടം ഇടപെടുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ എക്സോൺ മൊബൈൽ, വേസ്റ്റ് മാനേജ്മെന്റ്, സിറ്റി ഗ്രൂപ്പ് ബാങ്കിങ് ആണ്, ഗോൾഡ്മാൻ സാക്സ് ബാങ്കിങ് ആണ്, മക്ഡൊണാൾഡ്. ഇത് ഒരു സാധാരണക്കാരൻ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് കമ്പനിയാണ്. ഈ ഫാസ്റ്റ് ഫുഡ് കമ്പനിക്ക് ഇങ്ങനെയുള്ള രാജ്യത്ത് ഇടപെടേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും. പക്ഷേ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് കമ്പനിയാണ് മക്ഡൊണാൾഡും പെപ്സിയും കൊക്കക്കോളയും ഒക്കെ തന്നെയാണ്, KFC ഒക്കെ തന്നെയാണ്. ഇവരെല്ലാം ഇടപെടുന്നുണ്ട് ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും പല രീതിയിൽ നടന്നാലും. അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഈ പറഞ്ഞ രാജ്യങ്ങളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ബോയിങ്, ഇത് 2-3-5 കമ്പനിയുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. ഈ ഒത്തിരി കോർപ്പറേഷൻസ് ഉണ്ട് അമേരിക്കയിലെ. മേജറായിട്ടുള്ള കോർപ്പറേഷൻസ് എല്ലാം നമുക്ക് പല രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള സെക്ടറിൽ, ഇപ്പോൾ ഓയിലിൻ്റെ എനർജി സെക്ടറിലുള്ള അല്ലെങ്കിൽ മറ്റ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ സെക്ടറിലുള്ള, ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള, അല്ലെങ്കിൽ പിന്നെ വെപ്പൺസിൻ്റെ എന്താണ് പറയുന്നത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ടറിലുള്ള പവർഫുള്ള കോർപ്പറേഷൻസ് എല്ലാം തന്നെ അവരുടെ അമേരിക്കയുടെ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചാണ് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും അവിടെ അവരുടെ അധിനിവേശം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ വെനിസുലയിലും ഈ പറഞ്ഞ ഓയിൽ ജയൻസ് ആണ്, അമേരിക്കൻ ആസ്ഥാനമാക്കിയുള്ള ഓയിൽ ജയൻസ് ആണ് അവിടെയും ഇടപെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എണ്ണ സമ്പത്തിനെ ലക്ഷ്യമാക്കിയാണ്
അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം അമേരിക്ക ആക്രമിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിസോഴ്സുകൾ വളരെ റിച്ച് ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അമേരിക്ക ഏത് രാജ്യത്തെ ആക്രമിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? കാരണം അമേരിക്കയുടെ വാദം എപ്പോഴും പറഞ്ഞാൽ ഒന്നുകിൽ ജനാധിപത്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ മനുഷ്യാവകാശത്തെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ രാജ്യം തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകത്ത് വ്യാപകമാക്കുന്നു എന്ന പേരിലാണ് ആ രാജ്യത്തെ ആക്രമിക്കുന്നത്. പക്ഷെ അമേരിക്ക എപ്പോഴും സ്വീകരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ അന്തർദേശീയ നിയമങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ വിനോദവും ഹോബി എന്ന് പറയുന്നത്. കാരണം മറ്റു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്തർദേശീയ നിയമങ്ങളെ അല്ലെങ്കിൽ ആ ചട്ടങ്ങളെ പിന്നെ മാനിക്കാത്തൊരു രാജ്യമായിട്ടുള്ള അമേരിക്കയ്ക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം എല്ലാ രാജ്യങ്ങളിലും ഈ പറഞ്ഞ ഇൻവേഷൻ നടത്തുന്നതും യുദ്ധം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും എല്ലാം തന്നെ അമേരിക്കയാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വമുള്ള പാശ്ചാത്യ രാജ്യങ്ങളാണ്. റഷ്യയല്ല, ചൈനയല്ല, ഇന്ത്യയല്ല, മറ്റു രാജ്യങ്ങളൊന്നും തന്നെ അല്ല. അപ്പോൾ അമേരിക്കയുടെ ഈ വെനസ്വേലയ്ക്കെതിരെയുള്ള നീക്കം ഒരു രാജ്യത്തിന് മാത്രം വിഷയമല്ല. ഇത് ഈ ജിയോ പൊളിറ്റിക്സിനെയും ജിയോ എക്കണോമിക്സിനെയും എന്ന് വെച്ചാൽ ആഗോള രാഷ്ട്രീയ സമ്പദ്ഘടനകളെല്ലാം ഒരുപോലെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെല്ലാം വളരെ രൂക്ഷമായിട്ടല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണിത്. എണ്ണയുടെ വില മുതൽ രാജ്യാന്തര ബന്ധങ്ങൾ വരെ ഇത് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പിന്നെ ഒരു അവസ്ഥയിലേക്ക് ഇതുപോലുള്ള അമേരിക്കയുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇതുപോലുള്ള നയപരിപാടികൾ എപ്പോഴും അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയ രംഗത്തും ഒക്കെ തന്നെ ദീർഘകാലം അതിൻ്റെ ഒരു റിപ്പിൾ ഇഫക്ട്സ് നമ്മൾ പറയത്തില്ല, അത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ള ലോകക്രമം എങ്ങോട്ടാണ് പിന്നെ അതിൻ്റെ പോക്കെന്നുള്ളത് നമുക്കിപ്പോൾ നിർണ്ണയിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. കാരണം മറുഭാഗത്ത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇതുപോലുള്ള ഇടപെടലുകളെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൂടെ ഒപ്പോസ് ചെയ്യാൻ സാധ്യതയുള്ള റഷ്യ, ചൈന, ഇറാൻ, ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങളിലെ ഒരു ആക്സസിൽ കൂടെ മാത്രമായിരിക്കാം. പക്ഷെ അത് എത്രത്തോളം നമുക്ക് ഫലപ്രദമായിട്ട് അമേരിക്ക നടത്തുന്ന ഈ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അതിന് യാതൊരു രീതിയിലുള്ള സൈനികരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയെ എതിർക്കുന്നില്ല എന്നുള്ളൊരു കാഴ്ച കൂടി ഇതിനകത്തിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അമേരിക്ക എന്തുകൊണ്ടാണ് വെനസ്വേലയെ ആക്രമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു ഷോക്ക് ആൻഡ് ഓ നോക്കുക. പെട്ടെന്ന് അവിടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തി അവിടുത്തെ പ്രസിഡന്റിനെ ഹൈജാക്ക് ചെയ്ത് അപ്പോഴേ അവിടുന്ന് രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. അല്ലാതെ പൂർണ്ണമായിട്ട് ഒരു സൈനിക യുദ്ധം വെനസ്വേലയ്ക്കെതിരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം അങ്ങനെ അവിടെ ഈ ഇൻവേഡ് ചെയ്ത് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. വളരെ കാലമായിട്ട്, പ്രത്യേകിച്ച് 1-2 ദശാബ്ദ കാലമായിട്ട്, പ്രത്യേകിച്ച് ഹ്യൂഗോ ഷാവേസിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് തന്നെ അമേരിക്ക സാമ്പത്തികവും ഡിപ്ലോമാറ്റിക്കായിട്ടും ഇക്കണോമിക്കായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സമ്മർദ്ദങ്ങളിൽ ഭീഷണികളിൽ കൂടെയൊക്കെ തന്നെ, എന്നുവെച്ചാൽ സാമ്പത്തിക ഉപരോധമാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറഞ്ഞത്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നല്ല അവിടുത്തെ എണ്ണശേഖരം, പിന്നെ റഷ്യക്കും ചൈനയ്ക്കും വെനസ്വേലയുടെ മുകളിലുള്ള വലിയൊരു വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു കഴിഞ്ഞ സ്വാധീനവും നിയന്ത്രണവും ഒക്കെ തന്നെ അമേരിക്കയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ റഷ്യയോടും ചൈനയോടും ഒത്തു നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ്. എണ്ണ ശേഖരം പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ എണ്ണ ശേഖരത്തെ കൈയടക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു ഭരണകൂടം, ഭരണ നേതൃത്വം അവിടെ ഉണ്ടാകണം എന്നുള്ളത് അമേരിക്കയ്ക്കറിയാം. ഇപ്പോൾ ഉള്ള ഭരണ നേതൃത്വവും ഭരണകൂടവും ഒക്കെ തന്നെ റഷ്യക്കും ചൈനയ്ക്കും ഒത്തുപോകുന്ന അല്ലെങ്കിൽ അവരോട് താല്പര്യമുള്ള ഒരു ഭരണകൂടമായതുകൊണ്ട് അവരെ അട്ടിമറിച്ചിട്ട്, ആ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചിട്ട് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു ഭരണ നേതൃത്വത്തെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്ക കുറച്ച് നാളായിട്ട് അവിടെ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് ഉപരോധം വെനസ്വേലയ്ക്ക് മുകളിൽ കൊണ്ടിട്ടതും എണ്ണ വരുമാനത്തെ തകർക്കുക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ വളരെ ആ രാജ്യത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് വിറ്റ് എണ്ണയുടെ വരുമാനത്തിൽ കൂടെ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളായിട്ടുള്ള വെനസ്വേല പോലുള്ള രാജ്യങ്ങൾക്ക്, ഇറാൻ്റെ കാര്യം നമുക്കറിയാം. കാരണം അവർക്ക് ആഗോള മാർക്കറ്റിൽ എണ്ണ വിൽക്കാൻ കഴിയത്തില്ല. എണ്ണ വിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എണ്ണയിൽ നിന്നുള്ള വരുമാനം ലഭിക്കത്തില്ല. അപ്പോൾ ആ രാജ്യം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പോൾ ഇതാണ് അമേരിക്കയുടെ പ്ലാൻ. എന്നിട്ട് അവിടെ അസ്ഥിരത ഉണ്ടാക്കുക, എന്നിട്ട് ഭരണമാറ്റം അവർ
ലക്ഷ്യമിടുക. ഇതാണ് അമേരിക്ക എല്ലാ രാജ്യങ്ങളിലും, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് ഇക്കണോമിക് സാങ്ഷൻ, അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം. പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, നയതന്ത്രപരമായിട്ടുള്ള, എന്നുവെച്ചാൽ ആ രാജ്യത്തെ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ പിന്നെ എന്താണ് പറയുന്നത്, ഒറ്റപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയുള്ള നയതന്ത്രപരമായിട്ടുള്ള രീതികളും അമേരിക്ക ഈ പറഞ്ഞ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളുടെ മുകളിൽ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുക. കാരണം ഒരു ഭരണ സംവിധാനം നിലനിൽക്കണമെങ്കിൽ സ്റ്റേറ്റ്, ഏത് രാജ്യത്തും ഏത് രാജ്യത്തെ സ്റ്റേറ്റിന് നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് അത്യാവശ്യമാണ്, റിസോഴ്സ് അത്യാവശ്യമാണ്, റവന്യൂ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ രാജ്യത്തിനും, പ്രത്യേകിച്ച് ഇതുപോലെ റിസോഴ്സ് ഉള്ള രാജ്യങ്ങൾക്ക്, ഇപ്പോൾ സൗദി അറേബ്യ ആയാലും എണ്ണ വിറ്റാണ് അവർ ജീവിക്കുന്നത്. റഷ്യ എനർജി വിറ്റാണ് ജീവിക്കുന്നത് ഏറെക്കുറെ. ഇറാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, കുവൈറ്റ്, ബഹ്റൈൻ, ഇതുപോലുള്ള രാജ്യങ്ങൾ ഒക്കെ തന്നെ അവരുടെ എനർജി വിറ്റാണ് ജീവിക്കുന്നത്. അപ്പം അവരുടെ മേജർ റവന്യൂ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എനർജിയിൽ നിന്നും, എനർജി എക്സ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ വിറ്റ് ആണ് അവർക്ക് റവന്യൂ ലഭിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള രാജ്യത്തിന് ഈ പറഞ്ഞ റവന്യൂ സോഴ്സ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന് മുമ്പോട്ടുള്ള അവരുടെ നിലനിൽപ്പിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എക്കണോമിക് സാങ്ഷൻ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെ വളരെ, എന്താ പറയുന്നത്, ടൈറ്റൻ ചെയ്യുന്ന അമേരിക്ക, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും. അപ്പം അതിലൂടെ ഭരണകൂടത്തെ ദുർബലമാക്കുക. പിന്നെ എന്നിട്ട് കള്ളങ്ങൾ പറയില്ല ആ രാജ്യത്തിനെതിരെ. ഇപ്പം വെനിസുലയ്ക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരമായിട്ട് ബന്ധമുള്ള നർക്കോ സ്റ്റേറ്റ് ആയിട്ടാണ് അമേരിക്ക വെനിസുലയെ മുദ്രകുത്തിയിട്ടുള്ളത്. അപ്പം നയതന്ത്രത്തിന് പകരം കടുത്ത സമ്മർദ്ദത്തിന്റെ രീതിയിലാണ് ട്രംപ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെയൊക്കെ ശക്തമായിട്ട് പിന്നെ എന്താണ് പറയുന്നത്, ഈ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇറാൻ്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. ഇറാഖിനെ സാങ്ഷൻ, സാമ്പത്തിക ഉപരോധത്തിൽ കൂടി ആ രാജ്യത്തെ നശിപ്പിച്ച് നരണക്കല്ലാക്കി. എന്നിട്ട് അവസാനം അതിനെ ഇൻവേഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു, മനസ്സിലായത്. അപ്പോഴത്തേക്ക് ആ രാജ്യം വളരെ ദുർബലമായി കഴിഞ്ഞു. അതുപോലെ തന്നെ എണ്ണ വ്യാപാരത്തിലുണ്ടാകുന്ന പ്രതിഫലനം, വെനിസുലയ്ക്കെതിരെ ഉപരോധം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ റിഫൈനറികളെ ഹെവി ക്രൂഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെനിസുലയിലും ഹെവി ക്രൂഡാണുള്ളത്. അപ്പോൾ അമേരിക്കൻ ഓയിൽ കമ്പനീസിന് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള സാധനം വെനിസുലൻ ഉള്ള ഓയിൽ ക്രൂഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെനിസുലയിലെ എണ്ണ ശേഖരത്തെ ലക്ഷ്യമിടുക എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ലക്ഷ്യം തന്നെയാണ്. വെനിസുലൻ എണ്ണ റഷ്യയും ചൈനയും ഒക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ തന്നെ വെനിസുലയുടെ മുകളിൽ നല്ല സ്വാധീനവും പിന്നെ എന്താണ് പറയുന്നത്, താല്പര്യമൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൂടെ വെനിസുല ഇതിനകത്ത് നിന്ന് ഈ എന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള ഭരണ സംവിധാനത്തെ അവിടെ നിന്ന് അട്ടിമറിച്ചു കഴിഞ്ഞാൽ റഷ്യക്കും ചൈനയ്ക്കും ഈ രാജ്യത്തിൻ്റെ മുകളിലുള്ള സ്വാധീനത്തെ ഇല്ലാതാക്കാൻ അമേരിക്ക കഴിയും. ഒപെക് രാജ്യങ്ങൾക്കിടയിലെ ഐക്യം ദുർബലമായിട്ട് പിന്നെ കാണാൻ തുടങ്ങി. ഒരു ജിയോ പൊളിറ്റിക്കൽ വെപ്പണാണല്ലോ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ക്രൂഡ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇല്ല, നമ്മുടെ യുഎന്നകത്തിലെ തന്നെ 10-200-അടുത്തുള്ള രാജ്യങ്ങളിൽ, ചെറുതും വലുതും ചെറുതായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഭൂരിഭാഗം രാജ്യങ്ങളും ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ക്രൂഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ സൗദി, പറഞ്ഞ വെനിസുല, റഷ്യ അല്ലെങ്കിൽ കുവൈറ്റ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. തീർച്ചയായിട്ടും കൂടി എന്നാൽ 10-50 രാജ്യങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായിരിക്കും ചിലപ്പോൾ, വലുതും ചെറുതായിട്ടുണ്ട് എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ക്രൂഡ് എനർജി എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും അവരുടെ നിത്യ ജീവിതത്തിലെ ഡെയിലി ലൈഫിൽ വളരെ അത്യാവശ്യമാണ്. ആർക്കും ഇത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല, ഇത് വാങ്ങാതിരിക്കാനും കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അമേരിക്ക പോലുള്ള രാജ്യത്തിന് മറ്റു പല രാജ്യങ്ങളുടെ മുകളിൽ എണ്ണ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ മുകളിലും അതുപോലെ തന്നെ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ മുകളിലും ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ടൂളായിട്ട് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു, എന്താണ് പറയുന്നത്, ആയുധമാണ് എന്നുള്ള ഒരു വസ്തുത നമ്മൾ ജിയോ പൊളിറ്റിക്സിൻ്റെ ആ ഒരു പോക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാഖിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനിയും നമുക്ക് ഇന്ന് ഒരു 1990-കളിൽ ഇറാഖ് ഏകധ്രുവ ലോകത്തിന്റെ ചിഹ്നമായിരുന്നെങ്കിൽ ഇന്ന് വെനിസ്വേല ഭിന്നിച്ച ബഹുധ്രുവ ലോകത്തിന്റെ സൂചനയായി മാറും. എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഒരേ സൂപ്പർ പവറായിട്ട് അമേരിക്ക
നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു ആ സമയത്ത്. എന്നുവെച്ചാൽ അമേരിക്ക ഇറാഖിനെ സദാം ഹുസൈനെ ഏഹ്, പിന്നെ ഇറാഖിനെ ആക്രമിക്കുകയും സദാം ഹുസൈനെ അവർ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്ത് സോൾ സൂപ്പർ പവർ എന്നുള്ള സ്റ്റാറ്റസിലായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരവസ്ഥ മാറി. ഇന്ന് മൾട്ടിപോളാർ വേൾഡിലേക്ക് ലോകം മാറുന്നു എന്നുള്ളൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ താല്പര്യപ്പെടുന്ന മൾട്ടിപോളാർ വേൾഡിലേക്ക് ലോകം സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന്. അമേരിക്കയുടെ ഒരു സൂപ്പർ പവറിനകത്തിലെ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ആ സൂപ്പർ പവർ സ്റ്റാറ്റസിനകത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ ചലഞ്ച് ചെയ്യാനും വെല്ലുവിളിക്കാനും പരുവത്തിലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ലോകക്രമത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇറാഖിന്റെ മുകളിൽ അവരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ ആ രാജ്യത്തെ എത്രമാത്രം ദുരിതത്തിലാക്കി, അവിടുത്തെ കുട്ടികൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ തന്നെ, ജനങ്ങൾക്കൊക്കെ തന്നെ മരുന്നുകൾ കിട്ടാതെ, ആഹാരങ്ങൾ കിട്ടാതെ ഒക്കെ വന്ന അവസ്ഥകളും ഒക്കെ തന്നെ, അതുപോലെ തന്നെ അവരുടെ ഓയില് ഒരു രീതിയിലും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കാതെ വന്ന അവസ്ഥകളും ആ രാജ്യത്തിന് നേരിടേണ്ടുന്ന കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പം അതുപോലെ തന്നെ വെനിസ്വല പോലുള്ള രാജ്യങ്ങളുടെ മുകളിലും അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എന്താ പറയുക ജിയോ പൊളിറ്റിക്കൽ ആയുധം പ്രയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലോകക്രമത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന കാഴ്ചകൾ. യുഎസിന്റെ നടപടികളെ ന്യായീകരിക്കാൻ കഴിയുന്ന കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് ഒരിക്കലും ലോകക്രമ എന്താ ഈ ഈ ഗ്ലോബൽ റൂള് എന്നുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ, അതിനെ ചേരുന്നതല്ല. കാരണം അതിനെയൊക്കെ ക്രമീകരിക്കാനല്ല UN ഒക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. പക്ഷേ UN ഒക്കെ എപ്പോഴും ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ്. കാരണം അവിടെയും ഈ പറഞ്ഞ മൈറ്റ് ഈസ് റൈറ്റ് ആണ്, എന്ത് കയ്യിൽ കൊള്ളവൻ കാരിക്കാനാണ്. കാരണം അമേരിക്ക പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെയുള്ള ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും UN-നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും UN ഒക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണ്, അന്താരാഷ്ട്ര നിയമങ്ങളിലെ ഇരട്ടത്താപ്പാണ്. കാരണം അമേരിക്ക ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. ശക്തിയുള്ളവർക്ക് മാത്രം നിയമം ബാധകമല്ലാത്ത അവസ്ഥ അത് നമ്മൾ എല്ലായിടം കാണുന്നതാണ്, അല്ലേ? അപ്പം നമ്മുടെ സൊസൈറ്റിയിലായാലും സമൂഹത്തിലായാലും അങ്ങനെയാണല്ലോ. സമ്പത്തുള്ളവനും റിച്ചായിട്ടുള്ള ആൾക്കാർക്ക് ഒരു നിയമം, പാവപ്പെട്ടവർക്ക് വേറെ നിയമം എന്ന് പറയുന്ന അതേ അവസ്ഥ തന്നെയാണ് ലോകക്രമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ നടപടികളെ ആർക്കും ന്യായീകരിക്കാൻ പണ്ടും സാധിക്കത്തില്ല, എന്ന് ഇപ്പോഴും കഴിയില്ല. ഇനി മുമ്പോട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് വേണേൽ പ്രഡിക്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ വെനിസ്വേല അല്ലെങ്കിൽ ഇറാനിലെ പോലും ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാന്റെ മുകളിലുള്ള ഉപരോധം നീങ്ങുകയും ഒരുപക്ഷെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഒന്നുകൂടെ സുഗമമായിട്ട് ഫ്രീ ആയിട്ട് ഇറാനെ പോലുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ എന്താണ് പറയുന്നത്, ഈ സാങ്ഷൻ ഇല്ലാത്ത, മറ്റ് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ പക്കൽ നിന്നുള്ള ഭീഷണികളില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൂടുതൽ ഇറാനെ പോലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ക്രയവിക്രയങ്ങളും അല്ലെങ്കിൽ എന്താ പറയുന്നത് മറ്റു രീതിയിലുള്ള വ്യാപാരങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ളൊരു സൈഡുണ്ട്. അതുപോലെ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു ഭരണ സംവിധാനം അവിടെ വന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിരോധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് മറ്റ് സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റ് എന്താണ് പറയുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഭീഷണികളൊന്നും ഇല്ലാതെ തന്നെ വ്യാപാരങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രേഡൊക്കെ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ എണ്ണ, തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, ചർച്ചകളുടെ ഒത്തുതീർപ്പ്, ഇതൊക്കെ അമേരിക്കയുടെ നേതൃത്വത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അതല്ലെങ്കിൽ അപ്രതീക്ഷിത ഏറ്റുമുട്ടൽ, ആരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നമുക്കറിയത്തില്ല. എന്തായാലും ചൈനയും റഷ്യയും മിലിറ്ററിയിൽ അവിടെ വെനിസ്വേലയ്ക്ക് മിലിറ്ററി ഹെൽപ്പ് കൊടുത്തിട്ട് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം വെനിസ്വേല അമേരിക്കയ്ക്ക് തൊട്ടടുത്തൊരു രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് മാത്രമാണ് അവിടെ അപ്രമാദിത്യം ഉണ്ടാകുക എന്നുള്ള കാര്യം നമുക്ക്. ഇപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ അവരുടെ മിലിറ്ററി അസറ്റിനെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യാൻ അമേരിക്ക പിന്നെ അമേരിക്കക്കെതിരെ ഏറ്റുമുട്ടാൻ വേണ്ടി ചൈനയുടെയും റഷ്യയുടെയൊക്കെ മിലിറ്ററി അസറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി വിന്യസിക്കുക എന്നുള്ളത് വളരെ എന്താണ് അപ്രായോഗികമാണ്. അത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഏതായാലും അമേരിക്കയുടെ ഏറ്റുമുട്ടാൻ റഷ്യ, ചൈനയുള്ള രാജ്യങ്ങളൊന്നും തീർച്ചയായിട്ടും വെനിസ്വേലയെ അടിസ്ഥാനമാക്കി ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ അമേരിക്കയുടെ യുദ്ധമില്ലാത്ത സമ്മർദ്ദ നയം ഒരുപക്ഷെ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ വിലയിൽ നേരിയ അസ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം എന്ത് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാലും ക്രൂഡ് ഓയിൽ മാർക്കറ്റിന് വിലയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് നമുക്ക് ദീർഘകാല വിലമാറ്റത്തിന് സാധ്യതയും കുറവാണെന്നാണ് ഇപ്പോൾ ഉള്ള അവലോകനം പറയുന്നത്.
അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പുതിയൊരു ലോകക്രമത്തിലേക്കും അതുപോലെ തന്നെ പുതിയ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസിലേക്കും ഒക്കെ തന്നെയുള്ളൊരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും നമുക്കറിയാം ഈ ജിയോ പൊളിറ്റിക്സിൽ, ഭൗമ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഭൗമ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ജിയോ പൊളിറ്റിക്കൽ നേതൃത്വം കൊടുക്കുന്ന ജിയോ ഇക്കണോമിക്സിലൊക്കെ തന്നെ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ ഏത് രീതിയിൽ ആണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മളുടെ നയങ്ങളെ രൂപീകരിക്കുകയും ബന്ധങ്ങളെ സ്ട്രക്ചർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെനിസ്വേലയിൽ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ഇന്ത്യ അവിടുന്ന് ക്രൂഡ് മേടിക്കുന്ന രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇറാനിലും ഇനിയൊരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാങ്ഷൻ ഇല്ലാത്ത ഒരു ഇറാനിൽ നിന്നും കൂടുതൽ എണ്ണയുടെ വ്യാപാരം നടത്തുവാനും അല്ലെങ്കിൽ എണ്ണ കൂടുതൽ നമുക്ക് ലഭിക്കുവാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലാതെ മറ്റൊരു കൃത്യമായിട്ടുള്ള പ്രവചനങ്ങളൊന്നും നമുക്ക് ഒരു ജിയോ പൊളിറ്റിക്കൽ ഈവൻറ്റിനെ അടിസ്ഥാനമാക്കി ഒരിട ഒരു രാജ്യത്തെ കുറിച്ചുള്ള പ്രവചനവും ആർക്കും ഒന്നും നടത്തുവാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മാത്രമാണ്. നമുക്ക് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, ആ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ഇപ്പം നമ്മളുടെ രാജ്യത്തെ നമുക്ക് ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നല്ലാതെ മറ്റ് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വിശേഷങ്ങളൊന്നും ഈ പറഞ്ഞ എന്താണ് പറയുന്നത്, ഇപ്പം അമേരിക്ക പല രാജ്യങ്ങളെയും പല കാലങ്ങളായിട്ട് അവർ നേരിട്ട് ആക്രമിക്കുകയും അല്ലെങ്കിൽ അവരുടെ പ്രോക്സികളെ ഉപയോഗിച്ച് ആക്രമിക്കുകയും ഒക്കെ ചെയ്യും. ആ രാജ്യത്തെല്ലാം ഭരണമാറ്റത്തിന് വേണ്ടി അവർ ശ്രമിക്കാറുണ്ട്. ആ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പല രീതിയിലുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ നേരിട്ടുള്ളൊരു സൈനിക ഇടപെടൽ അമേരിക്ക നടത്തുന്നില്ലെങ്കിൽ തന്നെയും പാകിസ്ഥാൻ എന്നുള്ള പ്രോക്സിയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൈനയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് മുകളിൽ പിന്നെ എന്താണ് ഈ സമ്മർദ്ദങ്ങൾ ശക്തമാക്കുകയും പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ യുദ്ധമല്ല അമേരിക്കൻ യുദ്ധങ്ങളായിരുന്നു തീർച്ചയായിട്ടും തോന്നുന്നില്ലല്ലോ. അല്ല, പാകിസ്ഥാൻ്റെതായിട്ടുള്ള യുദ്ധമൊന്നുമില്ല. കാരണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ യുദ്ധം ചെയ്തിട്ടൊന്നും നേടാനില്ല, പ്രത്യേകിച്ച് നേടാനില്ല. അവർക്ക് ഇന്ത്യക്ക് മുകളിൽ ഒരു എന്താ പറയുന്നത്, ഒരു വിജയം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ വെസ്റ്റിൻ്റെ, അമേരിക്കയുടെ, ബ്രിട്ടന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രോക്സിയാണ്, ഒരു ജിയോ പൊളിറ്റിക്കൽ ടൂളാണ്, ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ നമുക്കെതിരെ എടുക്കുന്ന എല്ലാ നിലപാടുകളും അല്ലെങ്കിൽ നമുക്കെതിരെ എടുക്കുന്ന എല്ലാ എന്താണ് പറയുന്നത് ഒരു ഇന്ത്യ വിരുദ്ധ പോളിസീസ് നമുക്ക് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റിന്റെ പോളിസിയാണ്, അമേരിക്കയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികൾ, സമ്മർദ്ദങ്ങളെല്ലാം അവരുടെ പ്രോക്സിയായിട്ടുള്ള പാകിസ്ഥാനിൽ കൂടെ അവർ നേടിയെടുക്കുന്നു അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ അവർ നേരിട്ട് ഇടപെടുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോക്സികളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളെ ഉപയോഗിച്ച് ആക്രമിക്കുകയോ യുദ്ധം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക സൂപ്പർ പവർ ആയതിനു ശേഷമുള്ള ജിയോ പൊളിറ്റിക്കൽ ഒരു എന്താ പറയുക ഇടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അമേരിക്ക ഇതുവരെ പ്രത്യക്ഷമായിട്ട് നേരിട്ട് ചലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടാനോ ഇതുവരെ ചൈനയ്ക്കോ റഷ്യയ്ക്കോ ഒന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയ്ക്കും സാധിക്കുന്നില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയും ആണ് നമുക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ നമുക്ക് എന്താണ് പറയുന്നത് വാർത്തകൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുന്നു. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.